വേടൻ ഈ പറയുന്ന അഭിപ്രായം ഒന്ന് കേൾക്കുക കേട്ടോ. ഈ പട്ടികജാതി പട്ടികവർഗ ആദിവാസി കോളനികളിൽ വരുന്ന പിള്ളേർക്ക് ഒരു ഒറ്റ വീട്ടിൽ പഠനമുറിയൊക്കെ ഉള്ള ഒരു വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിയുടെ അത്ര സംവിധാനങ്ങൾ ഉണ്ടാവില്ല. ഇവരെ പോലെ പഠിക്കാൻ കഴിവുണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം നമ്മുടെ DNA ഇല്ല. ഇത് നമ്മുടെ DNA ഇല്ല. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്, അവനിങ്ങനെ ഈ കാര്യങ്ങൾ ഓർമ്മ വെച്ച് ഇത് പഠിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഞാനിത് കുത്തിയിരുന്ന് പഠിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ എന്നിട്ട് അതിനെക്കുറിച്ച് നമ്മൾ വേറെ ഇൻഡിപെൻഡന്റ് ആയിട്ട് പഠനങ്ങൾ നടത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതെന്റെ DNA ഇല്ല. ഞാൻ വേടന്റെ ഈ പറഞ്ഞ ഇന്റർവ്യൂ മുഴുവനായിട്ട് ഇത് കണ്ടു. വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം പല കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്. വളരെ പക്വമായിട്ടാണ് ഈ ലഹരിയെക്കുറിച്ചുള്ള ലഹരിക്കെതിരായിട്ട് പുള്ളി സംസാരിക്കുന്നത്. ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വളരെ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു ഇന്റർവ്യൂ തന്നെയാണത്. പക്ഷെ അദ്ദേഹം ഈ പറയുന്ന കാര്യം ശരിക്കും അദ്ദേഹം ഇത്രയും കാലം പറഞ്ഞ ആശയത്തിന് ഘടകവിരുദ്ധമല്ലേ? കാരണം എന്താണ് അദ്ദേഹം പറയുന്നത്? പട്ടിക വർഗത്തിൽപ്പെട്ട ആൾക്കാരുടെ മക്കളുടെ DNA അവർക്ക് പഠിക്കാനുള്ള കഴിവില്ല എന്നാണ് പുള്ളി പറയുന്നത്. അതെങ്ങനെ ശരിയോ? എത്രയോ SC/ST പെട്ടുള്ള ആൾക്കാരുടെ മക്കൾ നീറ്റ് പരീക്ഷ പോലുള്ള പരീക്ഷയും +1 +2 ഫുൾ മാർക്ക് വാങ്ങുന്ന ആൾക്കാരെ കാണാൻ പറ്റും. അപ്പോ ഈ DNA അല്ല അതിന്റെ ഫാക്ടർ എന്ന് അവിടെ തന്നെ പ്രൂവ് ആണ്. ഇനി വേടൻ ഈ പറയുന്ന ആശയം തന്നെയല്ലേ ഇത്രയും കാലമായിട്ട് തമ്പുരാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളുടെ മക്കൾക്ക് മാത്രമേ വേദങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് പഠിക്കാനുള്ള അവകാശമില്ല, കാരണം നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ല എന്നുള്ള ഈ പറയുന്ന ജാതി എന്ന് പറയുന്നതും ബ്രാഹ്മണൻ എന്ന് പറയുന്നതും ജന്മം കൊണ്ടാണ് കിട്ടുക എന്ന് പറയുന്ന പണ്ടത്തെ അതേ ആശയം തന്നെയാണ് വേടൻ ഇവിടെയും ആവർത്തിക്കുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് വോയിസ് ഓഫ് വോയിസ്ലെസ് എന്നുള്ള വേടന്റെ ആശയത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഈ പറയുന്ന തമ്പുരാക്കന്മാരുടെ സ്വരം തന്നെയാണ് വേടനോട് പറയുന്നത്.